ഇന്ത്യയുടെ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണം എന്നാ ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. നിങ്ങൾക്കൊരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാൻ, അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നടക്കുന്നു. സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. സീറ്റിൽ മത്സരിച്ചു, 20ഇടത്ത് ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ? 19 വയസ്സായി, ഇനിയെങ്കിലും ഇയാൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കണതാണ്. 85 വയസ്സായിട്ട് ഇന്നും ഇക്കളിയാ. ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക്? നിങ്ങൾ ആ താടി നരച്ചത് വെയിലുണ്ടിട്ടല്ലോ, വയസ്സായിട്ടല്ലേ. ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരക്കുട്ടികൾ ചീത്ത പറയേണ്ടി വരും. മുരീദന്മാരല്ല, ശിഷ്യന്മാരല്ല. ചിലപ്പം സ്വന്തം മകന്റെ മകൻ, ഉപ്പ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം, നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ ഏപ്പിനോട് പറയേണ്ടി വരും ഈ കളി കളിച്ച. എന്തെങ്കിലും മനസ്സിലാക്കി? ഇപ്പൊ ഇത് പറഞ്ഞു വാക്കോടുകൂടെ ഞാൻ നിർത്തുന്നു. ഈ സർക്കാരിന്റെ തുടർച്ച അടുത്ത 5 വർഷം കൂടി തുടരാൻ നിങ്ങൾ ഇടതുപക്ഷത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണിത്. ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ്. പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ? അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. പണ്ട് തന്നെ ഞങ്ങൾ LDF-നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കൂല. വാക്കോടുകൂടെ ഞാൻ നിർത്തുന്നു. ഈ സർക്കാരിന്റെ തുടർച്ച അടുത്ത 5 വർഷം കൂടി തുടരാൻ നിങ്ങൾ ഇടതുപക്ഷത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.